So once again, good evening, everyone. Now we are moving to our third chapter, safe lifting and carrying techniques. We are moving to the third chapter of the paper, safety practices, primary health and personal hygiene. And the chapter name is safe lifting and carrying techniques. നമ്മൾ ഇനി ലിഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വസ്തു എടുത്ത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ഇത് നമ്മൾ ഈ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ എന്താണ് കോസസ് ഓഫ് ഇഞ്ചുറി, ഒരു അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. A majority of the accidents reported while working involve injuries caused while lifting and carrying loads. നമുക്കറിയാം അല്ലെ, ഒന്നില്ലെങ്കിൽ ഒരു സാധനം എടുത്ത് പൊക്കുമ്പോഴോ വലിച്ചെടുക്കുമ്പോഴൊക്കെയാണ് കൂടുതലായിട്ടും ഇഞ്ചുറീസ്. As we all know, mainly the injuries are caused or during work time while lifting or carrying any loads. Sometimes it may cause splints or നമുക്ക് എന്താ പറയാൻ പറ്റുന്ന ഒടിയല്, ഉളിക്കുക, ചതവ് വരിക, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങള്. Wrong lifting techniques will result in injury to the person as well as damaging the load. When we lift anything or any equipment in wrong way, then it causes injury to the person as well as to that machine or load, whatever we are handling to that thing, and to the injured to the person also the injury is happening. Then wrong lifting technique can result in injury even when the load lifted is not heavy. And also wrong lifting technique may result in what if the lifted load is not heavy. അതായത് വലിയ വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളിലും നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിൽ വെയിറ്റ് പൊക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റാറുണ്ട്, നമുക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. Participants. Okay, so when a load is lifted without following the correct technique, the muscles and joints get strained. നമുക്കറിയാം അല്ലെ, നമ്മൾ ഒരു കറക്റ്റ് പ്രോപ്പർ വേയിലല്ല ഒരു സാധനം വലിക്കുന്നതെങ്കിൽ എന്ത് പറ്റും, നമ്മളുടെ മസിൽസിനും ജോയിന്റ്സിനൊക്കെ നമ്മൾ ഓവർ സ്ട്രെയിൻ കൊടുക്കും. അപ്പൊ അത് കൂടുതൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഡാമേജ് നമ്മളുടെ ശരീരത്തിന് ഏൽക്കുന്നതിന് വേണ്ടിയിട്ട് സംഭവിക്കും. We know that when we lift a thing without knowing its correct load or with the correct technique, it may cause damage to our muscles and joints. The most common type of injury due to the wrong way of lifting is injury to the back. കൂടുതലും നമ്മളുടെ നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾക്കാണ് ഇത് വഴിതെളിക്കുന്നത്. It mainly causes to the backbone of our body. Another cause for injuries during lifting and carrying may be because of tripping over an object and falling or striking an object with a load. അല്ലെങ്കിൽ സംഭവിക്കാവുന്നത്, നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ തട്ടി വീഴുകയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൂട്ടിയിടിക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ ആ ലോഡുമായിട്ട് നമ്മൾ ക്യാരി ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഒബ്ജക്റ്റിൽ നമ്മൾ തട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ട്രിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് മറ്റു രീതിയിലുള്ള ആക്സിഡൻസ് സംഭവിക്കാനുള്ള കാരണങ്ങൾ. സോ ഇൻ കോസ് ഓഫ് ഇഞ്ചുറി വൈൽ വി ലിഫ്റ്റ് എനിത്തിങ് or lift any load, there are three type of injuries. One, it may cause to our back side or backbone of our body. Then second one, by falling over the object or by striking over the object. Sometimes there is a chance for tripping or falling over the object. Then types of injury and methods to prevent them. ഇന്ന് നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഇഞ്ചുറികൾ വരാനുള്ള ചാൻസ് ഉണ്ട്, അത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കട്ട്സ് ആൻഡ് അബ്രാഷൻസ്, അതായത് നമുക്ക് മുറിവുണ്ടാവുക, അതേപോലെ ചതവുണ്ടാവുക എന്നൊക്കെ പറയുന്നതാണ് ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇടിക്കുക അല്ലെങ്കിൽ മുറിയുക, അത് തന്നെയാണ് ഈ അബ്രാഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? ബൈ റഫ് സർഫസ് ആൻഡ് ജാഗ്ഡ് എഡ്ജസ്, പരിപരുത്ത പ്രതലത്തില്, അല്ലെങ്കിൽ നമുക്കറിയാം ചിലപ്പോ കൂർത്തത്, മൂർച്ചയുള്ളത്, എഡ്ജ് ഇങ്ങനെ
കോർണർ ടു കോർണർ പോലെ ചേർന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മൂല അധികം വരുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഇടിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇഞ്ചുറീസ് സംഭവിക്കാനുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു അപകടം വരാനുള്ള ചാൻസ് ഉണ്ട്. ബൈ സ്പ്ലിൻഡേഴ്സ് ആൻഡ് ഷാർപ്പ് ഓർ പോയിന്റഡ് പ്രൊജക്ഷൻസ് as shown in figure 3.1 or as shown in figure 3.1, there is chance for occurring different type of injuries. ഞാൻ ഈ പറയുന്നതൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. മിക്കവാറും ഡെയിലി നമ്മൾ വീട്ടിലാണെങ്കിലും പെട്ടെന്ന് സ്പീഡിൽ നടക്കുമ്പോൾ ഒന്ന് ടേബിളിൽ തട്ടുക അല്ലെങ്കിൽ ചെയറിൽ തട്ടുക, ഇതൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പൊ അതിനെന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. To avoid cuts and abrasions to hands, leather gloves should be worn for protection. If you are working, നമ്മൾ ഒരു വർക്ക് പ്ലേസിൽ ആയിരിക്കുമ്പോൾ, നമ്മൾ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ലായിരിക്കാം, പക്ഷെ നമ്മളൊരു വർക്ക് പ്ലേസിലാണെങ്കിൽ നമ്മളുടെ കയ്യിലൊക്കെ മുറിവുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, we can use leather gloves. So if we are in our workplace, we can use leather gloves to avoid cuts and abrasions in our hand. That's why sometimes we can see that the men or the workers who is working in factories, they are using gloves. Who are working in that cultivation areas, they are also using gloves. അങ്ങനെയുള്ളവരൊക്കെ കയ്യിൽ കൂടുതലും ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ജോലി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. But while lifting large or heavy loads, body contact may be involved, which must be avoided. പക്ഷെ നമ്മൾ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളുടെ ബോഡി കോണ്ടാക്ട് മേ ബി ഇൻവോൾവ്. നമ്മുടെ ശരീരം നമ്മൾ നോക്കാതെ, കാരണം നമ്മൾ കൈകൾക്ക് മാക്സിമം ബലം കൊടുത്തിട്ട് വലിച്ചു പൊക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കും. അപ്പൊ നമ്മളുടെ ശരീരം കൂടെ അതിനകത്തേക്ക്, ബാക്കിയുള്ള ശരീരഭാഗം കൂടെ അതിനകത്തേക്ക് ഇൻവോൾവ് ആവും. പക്ഷെ അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ അടുക്കളയിൽ ഗ്യാസ് ഒക്കെ സിലിണ്ടർ വലിച്ചു പൊക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം കൈക്ക് മാക്സിമം പ്രഷർ കൊടുത്ത് പൊക്കാൻ നോക്കും. അപ്പൊ നമുക്ക് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നമ്മളുടെ വയറിനോട് ചേർത്തിട്ട് അത് നമ്മളിങ്ങനെ പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പൊ നമ്മളുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ കൂടി ഇതിനകത്തേക്ക് മാക്സിമം പ്രഷറിൽ ഇൻവോൾവ് ആവുകയാണ്. അപ്പൊ ഇത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. So this is just an introduction about types of injuries that can be caused while lifting or carrying any load. For example, if you are taking gas cylinder in our home, we know that we will give maximum pressure to our hands, but if it is not lifting, then we will make it more closer to our body and we will try to lift it. Then it may cause more injuries to our body. Then crushing of feet or hands, നമ്മളുടെ കൈകൾ കാലുകളൊക്കെ ഇടിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പൊ ആദ്യം നമ്മൾ കട്ട് ആൻഡ് അബ്രാഷൻസ്, മുറിവുകൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇടിക്കുക, ചതവ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. The feet or hands should be positioned so that they cannot be trapped by the load. ചിലപ്പോൾ കൈ ഇറങ്ങി പോവുക എന്ന് പറയാറില്ലേ, നമ്മള് വെയിറ്റിന്റെ അടിയിലായി പോവുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ അത് ആ രീതിയിൽ ഒരിക്കലും in such a, our hands or feet should be kept in such a way that it cannot be trapped by the load. Timber wedges can be used when raising and lowering heavy loads to ensure that the fingers and hands are not caught and crushed. നമുക്കറിയാം, നമ്മളുടെ വീട്ടില് പണ്ട് ഇപ്പോ അങ്ങനത്തെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോന്ന് അറിയില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഈ തറയോട് ചേർന്നിരിക്കുന്ന അലമാരിയൊക്കെ ഉള്ള സമയത്ത് അത് പൊക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ പതുക്കെ പൊക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുമായിരുന്നു, ഈ മരത്തിന്റെ കഷ്ണങ്ങളൊക്കെ വെച്ചു കൊടുത്ത് ഒന്ന് പൊക്കിക്കാനായിട്ട്, അതായത് അതിനൊരു സപ്പോർട്ട് കൊടുത്ത് താഴേന്ന് ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമായിരുന്നു. കാരണം അത് എന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കൈകളോ കാലുകളോ വിരലുകളോ ഒന്നും ഇടയിൽ പോയി ഇത് ലിഫ്റ്റ് ചെയ്യുന്നവർക്ക് ആ സമയത്ത് ഇടയിൽ പോയി ഇറങ്ങാതിരിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചതവ് ഒടിവൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തിരിച്ച് അതൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ മരത്തടിയൊക്കെ വെച്ചിട്ട് ചെറിയ കട്ടിയിൽ നമ്മൾ ഈ വുഡൻ പീസസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും, അത് കറക്റ്റ് പ്ലേസിൽ പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം പതുക്കെ അത് എടുത്തു മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മളുടെ കൈകൾക്കും കാലുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. So to avoid crushing of feet, safety shoes with steel toe caps
as shown in figure 3 should be used. If we are working, ഇത് factory based ആയിട്ടാട്ടോ കൂടുതൽ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏരിയസിലൊക്കെ ആണെങ്കിൽ those who are working in the field of factory or in machine works, they can use these type of steel toe caps. മുകളിൽ സ്റ്റീൽ വെച്ച് കവർ ചെയ്ത ടൈപ്പ് ക്യാപ്പുകൾ ഷൂസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെയുള്ളവർ അത് മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാലുകൾക്കൊക്കെ മാക്സിമം പരിക്കില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. Okay, I think you got the idea what I'm talking now. Okay, so let me continue. Now, strains to muscles and joints. ഇനി നമ്മൾ മസിൽസിനും ജോയിന്റ്സിനൊക്കെ സ്ട്രെയിൻ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാരണങ്ങൾ പറഞ്ഞു, എന്തൊക്കെയാണ് കോസസ് ഉണ്ടാവാനുള്ളത്. ഇനി അതിൽ ഒന്നാമത്തെ ടൈപ്പ് പറഞ്ഞത് മുറിവുണ്ടാവുന്നതിനെ കുറിച്ച് സംസാരിച്ചു. രണ്ടാമത്തത് ഇടിക്കുക അല്ലെങ്കിൽ എന്താ പറയുന്ന ചതയുക, ആ ഒരു അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. ഇനി മൂന്നാമത്തത് സ്ട്രെയിൻസ് ടു മസിൽസ് ആൻഡ് ജോയിന്റ്സ്. നമ്മുടെ മസിൽസിനും ജോയിന്റ്സിനൊക്കെ സ്ട്രെയിൻ കൊടുക്കുന്നതിനെ കുറിച്ചാണ് അടുത്തത് പറയാൻ പോകുന്നത്. Strain to muscles and joints may be the result of lifting a load which is too heavy or lifting incorrectly. നമുക്കറിയാം എപ്പോഴാണ് നമ്മുടെ മസിലിന് പ്രത്യേകിച്ച് നമുക്ക് ഷോൾഡർ പെയിൻ ഒക്കെ വരാറുണ്ട്. അത് എപ്പോഴാണ് കൂടുതൽ വരുന്നത്? നമ്മൾ നല്ല വെയിറ്റ് എടുക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് നമുക്ക് എന്ത് വരും? ഷോൾഡർ പെയിൻ വരാറുണ്ട്. അതേപോലെ ഒരു എടുക്കേണ്ട രീതിയിൽ ലിഫ്റ്റ് ക്യാരി ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ വെയിറ്റ് ലോഡ് എടുക്കേണ്ട രീതിയിൽ ക്യാരി ചെയ്തില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ മസിൽസിനും ജോയിന്റ്സിനൊക്കെ അപകടങ്ങൾ അല്ലെങ്കിൽ ഇഞ്ചുറീസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. Sudden and awkward movements such as twisting or jerking during a lift can put severe strain on muscles. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമുക്ക് എല്ലാവർക്കും നമ്മളുടെ നടു വെട്ടുക എന്ന് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ കുനിഞ്ഞ് നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സാധനം എടുക്കുമ്പോൾ നമ്മളുടെ പുറകെ നിന്ന് ഒരു ടിക് ടിക് പറഞ്ഞിട്ട് ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് പറയും? നമ്മളുടെ നടു മിന്നി അല്ലെങ്കിൽ നടു വെട്ടി എന്നൊക്കെ നമ്മളെ നാടൻ ഭാഷയിൽ പറയാറുണ്ട്. അതെന്താണ്? നമ്മളുടെ ആ ഭാഗത്തെ മസിൽസിനും ജോയിന്റ്സിനും സ്ട്രെയിൻ കൊടുത്തപ്പോ സംഭവിച്ചതാണ്. അതായത് പ്രോപ്പർ വേയിലല്ല നമ്മൾ എന്ത് ചെയ്തത്? ആ ലോഡ് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത്. ഇഞ്ചുറി ടു ദി ബാക്ക് ഈസ് മോസ്റ്റ് ഓഫൻ കോസ്ഡ് ബൈ ലിഫ്റ്റിംഗ് ലോഡ്സ് വിച്ച് ഈസ് either too heavy or by employing a wrong method of lifting. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ ബാക്ക് ബോണിന് അല്ലെങ്കിൽ നമ്മളുടെ പുറകുവശത്തിനാണ് കൂടുതലായിട്ടും ഈ ലിഫ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇഞ്ചുറീസ് സംഭവിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളേ ഉള്ളൂ. അതാണ് ഈ ചാപ്റ്ററിന്റെ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഹെവി ലിഫ്റ്റിംഗ് ആണെങ്കിൽ, ഹെവി ലോഡാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതേപോലെ തന്നെ റോങ് മെത്തേഡിലാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ. അപ്പൊ ഈ രണ്ട് കാരണമാണ് നമ്മളുടെ ബാക്ക് ബോണിനോ അല്ലെങ്കിൽ പുറം ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ മസിൽസിന്റെയോ അല്ലെങ്കിൽ ജോയിന്റ്സിന്റെയോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ ഇഞ്ചുറിയുടെയും കാരണം. Then lifting from a standing position with the back rounded as shown in figure increase the chance of back injury. This method must therefore be avoided. ഇനിയിപ്പോ ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന മെത്തേഡ്, അതായത് നമ്മൾ എന്താ പറയുന്നത്, ലിഫ്റ്റിംഗ് ഫ്രം എ സ്റ്റാൻഡിങ് പൊസിഷൻ, നമ്മൾ നിന്നിട്ട് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുനിയുമല്ല ചെയ്തേക്കുന്നത്, പകരം എന്താ ചെയ്തേക്കുന്നത്? നിവർന്ന് നിന്നിട്ട് തന്നെയാണ്. കുനിയുമ്പോൾ ശരിക്കും നമ്മളുടെ മുട്ടൊക്കെ മടങ്ങി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ലോഡ് ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ, കുനിഞ്ഞൊക്കെ ഈ രീതിയിൽ നിന്നിട്ട് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ ബാക്ക് ബോണിനോ അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ ഏതെങ്കിലും ഒരു അവയവത്തിനോ ഇഞ്ചുറി സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. The human spine is not an efficient weight lifting machine and can be easily damaged if incorrect load lifting techniques are used. Already നിങ്ങൾക്ക് അറിയാം, നമ്മളുടെ ശരീരത്തിലെ ഹ്യൂമൻ സ്പൈൻ, നമ്മളുടെ നട്ടെല്ലെന്ന് പറയുന്നത് എന്തല്ല? വെയിറ്റ് ലിഫ്റ്റിംഗ് മെഷീൻ അല്ല, എഫിഷ്യന്റ് ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് മെഷീൻ അല്ല. അപ്പോ അതിന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസ് അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ? തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത്. The stress on a rounded back can be up to 6 times greater than it when the spine is kept straight. നമ്മൾ വൃത്തിയായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കുനിഞ്ഞ്, നല്ല രീതിയിൽ കുനിഞ്ഞ് ഒരു വസ്തു എടുക്കുന്നത് ആണ് ഒരു പ്രോപ്പർ വേ. പക്ഷെ അത് തെറ്റിക്കഴിഞ്ഞാൽ, അതായത് എണീറ്റ് നിന്ന് നമ്മൾ ഒരു വസ്തു, നമ്മളുടെ സ്പൈൻ നേരെ നിർത്തിയിട്ട് ഒരു വസ്തു എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് 6 times ഗ്രേറ്റർ ആയിരിക്കും എന്നാ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ കുനിഞ്ഞു നിന്ന് എടുക്കുന്നതിനേക്കാളും 6 മടങ്ങ് നമ്മളുടെ സ്ട്രെസ്സും സ്ട്രെയിൻ അല്ലെങ്കിൽ നമ്മളുടെ ബലം നമ്മൾ പ്രയോഗിച്ചിട്ട് വേണം നിവർന്ന് നിന്ന് ഈ വെയിറ്റ് എടുക്കുമ്പോൾ
നമ്മൾ മാക്സിമം പ്രഷർ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അത്രയും പ്രഷർ താങ്ങാൻ നമ്മളുടെ നട്ടെല്ലിന് സാധിക്കില്ല. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 മെത്തേഡാണ് പറഞ്ഞത്, അല്ലെങ്കിൽ 3 രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്നുള്ള ഇഞ്ചുറീസിനെ കുറിച്ച് പറയുന്നത്. മുറിവുകള്, ചതവുകള്, അതേപോലെ സ്ട്രെയിൻസ് ടു മസിൽസ് ആൻഡ് ജോയിന്റ്സ്. Then next point that make an object or load difficult to carry. എന്താണ് നമുക്ക് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ലോഡിനെ എടുക്കുന്നതിന് ഡിഫിക്കൽട്ട് ടു ക്യാരി, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്താണെന്നാണ് പറയുന്നത്. Although weight is a factor which makes it difficult to carry an object, it is not only the factor. Weight മാത്രമല്ല ഒരു വസ്തുവിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ചെറിയൊരു അപകടം ഉണ്ടായതിന്റെ കാരണം weight മാത്രമല്ല. This is because if the size and shape of an object is awkward to handle, it becomes more difficult to carry such loads than it is carry heavy loads of easy to handle and of small size. അതായത് രണ്ടാമത്തെ പ്രശ്നം അതിന്റെ സൈസും ഷേപ്പും ആണ്. നമുക്ക് നമ്മളുടെ കൈ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സൈസും ഷേപ്പും അല്ലെങ്കിൽ നമുക്കത് എന്താക്കും, വളരെ ബുദ്ധിമുട്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. This is because the load which requires the arms to be extended in front of the body, which gives more strain on the back and stomach than a compact object carried close to the body. നമ്മളുടെ കുനിഞ്ഞു നിന്ന് നമ്മളൊരു സാധനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ സ്പൈനും വളയുന്നു. പിന്നെ നല്ല വെയിറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ ഗ്യാസ് സിലിണ്ടർ ലിഫ്റ്റ് ചെയ്യുന്ന കാര്യം, നമ്മൾ കൂടുതൽ വെയിറ്റ് വരുമ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മളത് ചേർത്ത് പിടിച്ചിട്ട് പൊക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പൊ നമ്മളുടെ സ്റ്റൊമക്കിനും അതിന്റെ ആ സ്ട്രെയിൻ വരും. അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യേണ്ടതിന് പകരം എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ സ്ട്രെയിൻ കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അത് നമുക്ക് കൂടുതലായിട്ടുള്ള ഇഞ്ചുറീസ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നതിന് കാരണമാകും. The absence of handles as natural handling points can also make it difficult to raise and carry objects. അതേപോലെ ഹാൻഡിൽ ഇല്ലാത്തത്, ചില വസ്തുക്കൾക്ക് നമുക്ക് എടുക്കാനായിട്ട് വരുമ്പോൾ ഹാൻഡിൽ ഉണ്ടാവില്ല, അതും ഇതേപോലത്തെ കണ്ടീഷനിലേക്ക് നമ്മൾക്ക് നയിക്കുന്നതിന് കാരണമാവും. അപ്പൊ എപ്പോഴും ഒരു വെയിറ്റ് മാത്രം അല്ല ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ്, ഒന്ന് അതിന്റെ ഷേപ്പും സൈസും, രണ്ടാമത്തത് അതിന് ഹാൻഡിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും അതിന് മറ്റൊരു കാരണമാകും. The weight a person can lift also depends on the age, physical and his experience in lifting and handling heavy loads. അതേപോലെ അടുത്തൊരു ഫാക്ടർ ആണ് ഇത് എടുക്കുന്ന, ഈ വെയിറ്റ് ഒക്കെ എടുക്കുന്ന ഒരാളുടെ പ്രായം, ഫിസിക്കലി അയാൾ ഹെൽത്തി ആണോ, ഇനി ലിഫ്റ്റ് ഇങ്ങനത്തെ ലോഡുകളൊക്കെ എടുത്ത് അയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ, ഹെവി ലോഡ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളാണോ. അപ്പൊ ഇതെല്ലാമാണ് പ്രധാനമായിട്ടും വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ഒരു വെയിറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും 3 എണ്ണമാണ്. അല്ലെങ്കിൽ അസുഖം ഉണ്ടാകുന്നത് അതിന്റെ ഒരു പ്രോപ്പർ വെയിറ്റ് കൊണ്ടും ഹെവി വെയിറ്റ് കൊണ്ടും മാത്രമല്ല. ഒന്നാമത്തത് അതിന്റെ ഷേപ്പും സൈസും, രണ്ടാമത്തത് അതിന്റെ ഹാൻഡിലിന്റെ പ്രശ്നം വരുന്നുണ്ട്, മൂന്നാമത്തത് അത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആളുടെ ഏജ്, ഫിസിക്കൽ കണ്ടീഷൻ, അതേപോലെ ഹെവി ലോഡ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിന് ബാധകമാണ്. ഓക്കെ, നൗ പ്രിപ്പറേഷൻ ബിഫോർ ലിഫ്റ്റിംഗ് ഓർ ഷിഫ്റ്റിംഗ് ഹെവി ലോഡ്സ്. നമ്മൾ ഒരു സാധനം ഹെവി ലോഡ്സുകൾ എടുക്കുന്നതിന് മുൻപോ മൂവ് ചെയ്യുന്നതിന് മുൻപോ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. A load which seems light enough to carry at first will become progressively heavier the further you have to carry it. നമ്മൾ the load which seems light, ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ അത് ചെറുതായിരിക്കും, പക്ഷെ നമ്മൾ അത് എടുക്കുമ്പോൾ എന്തായിരിക്കാം, നല്ല വെയിറ്റ് ഉണ്ടാവാം. Hence it is advised not to be over confident. അതുകൊണ്ട് ഒരു കാര്യം കണ്ടാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഇതെനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് പറയാൻ പാടില്ല. നമ്മളെല്ലാവരും മറ്റേ കല്യാണരാമൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഇന്നസെന്റ് എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹം ഒരു ഉരുളി എന്തോ എടുക്കാൻ പോകുമ്പോ ഞാൻ എടുത്തു ഒറ്റയ്ക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതെന്താണ്, അതൊരു ഓവർ കോൺഫിഡന്റ് ആണ്. അത് ഒരു തമാശയായിട്ട് കാണിച്ചു. നമുക്ക് ഇവിടെ ആ സാഹചര്യം ഇങ്ങനെ ഒന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില് അത് പൊക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരാൾക്ക് ഒറ്റയ്ക്ക്
പറ്റത്തില്ല. അപ്പൊ കാണുമ്പോ എന്തായിരുന്നു, സിമ്പിൾ ആയിരുന്നു, പക്ഷെ അതിന്റെ വെയിറ്റ് നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു സാധനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, പൊക്കാൻ പറ്റുന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് പാടില്ല. ബിഫോർ ലിഫ്റ്റിംഗ് ഓർ ഷിഫ്റ്റിംഗ് എ ലോഡ് ഗെറ്റ് ആൻസേഴ്സ് ടു. നമ്മൾ ഒരു കാര്യം ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പോ, എടുക്കുന്നതിന് മുൻപോ നീക്കുന്നതിന് മുൻപോ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഈസ് ദ ലോഡ് ഹെവി, അത് ഹെവി ആണോ? രണ്ടാമത്തത്, വേർ ഫ്രം ആൻഡ് വേർ ടു ഷുഡ് ദ ലോഡ് ബി മൂവ്ഡ്, എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് ആദ്യമേ തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യാവുള്ളൂ. ക്യാൻ യു ഹാൻഡിൽ ഇറ്റ് അലോൺ ഓർ ഡു യു നീഡ് അസിസ്റ്റൻസ്, നിങ്ങൾക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണോ എന്നുള്ളത് ആദ്യമേ തന്നെ ഇതൊന്ന് പിടിച്ചൊക്കെ നോക്കി പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ലോഡ് നമ്മൾ മൂവ് ചെയ്യാനോ ഷിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാനോ എടുക്കാനോ പാടുള്ളൂ. Before lifting and carrying a load, make sure that the route in which you are going to carry the load is clear of obstacles and is stable and not slippery. അതേപോലെ രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഈ 3 ക്വസ്റ്റ്യൻസിന് നമുക്ക് ഉറപ്പായിട്ടുള്ള ഉത്തരം ഉണ്ടായിരിക്കണം നമ്മൾ ഒരു സാധനം എടുക്കുന്നതിന് മുൻപ്. രണ്ടാമത്തേത് എന്താണ്, നമ്മൾ എടുത്തിട്ട് ഇത് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ വഴിയിൽ മറ്റു ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല, മറ്റു തടസ്സങ്ങളൊന്നുമില്ല, വേറെ സാധനങ്ങളൊന്നും വഴിയിൽ കിടപ്പില്ല, വെള്ളമൊന്നും വീണ് കിടപ്പില്ല, സ്ലിപ്പറി അല്ല, നമുക്ക് സേഫ് ആയിട്ട് അത് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പുവരുത്തുക. Then before carrying a load, make sure that the place where the load has deposited place is clear and stable. അതേപോലെ ഇത് എവിടെയാണോ കൊണ്ടേ വെക്കാൻ പോകുന്നത് അത് ക്ലിയർ ആണ്, സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ സ്ട്രോങ് ആണ് ആ പ്ലേസ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അതേപോലെ ഓവർ കോൺഫിഡൻസ് പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഒരു വസ്തു മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഹെവി ലോഡിനെ കുറിച്ചാട്ടോ പറയുന്നത്. Being carried a load, make a trial lift to ensure that you are able to see around the lift, around and over the load when you are carrying it. പിന്നെ ഉറപ്പുവരുത്തേണ്ടത് അതിന് കറക്റ്റ് സ്ഥലത്തേക്ക് ആദ്യമേ എടുത്ത് ഓടിപ്പോവാതെ ജസ്റ്റ് അവിടെ നിന്നൊന്ന് അത് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ജസ്റ്റ് ഒരു ട്രയൽ നോക്കുക, നമുക്ക് ഇതെടുത്തിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മറ്റു സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വഴി പറഞ്ഞു തരാൻ ആളുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഹെവി ലോഡുകൾ മൂവ് ചെയ്യിപ്പിക്കാവുള്ളൂ. ഇത് ഞങ്ങൾക്ക് സേഫ്റ്റി പ്രാക്ടീസസിന്റെ ഭാഗമായിട്ട് മാത്രം പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇമ്പോർട്ടന്റ് ചാപ്റ്റർ അല്ല, ടീച്ചേഴ്സിന് എന്നുള്ള രീതിയിൽ ഇതൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ അല്ല, പക്ഷെ സേഫ്റ്റി പ്രാക്ടീസസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ടോപ്പിക്, ഈ ചാപ്റ്റർ ഞങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് വെയിറ്റ് എടുക്കുമ്പോൾ നമ്മളുടെ ബോഡി പോസ്ചർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. കറക്റ്റ് ബോഡി പോസ്ചർ ബിഫോർ ബിഗിനിങ് ദി ലിഫ്റ്റ് ഇൻ കൈനറ്റിക് മെത്തേഡ് ഓഫ് ലിഫ്റ്റിംഗ്. നമ്മൾ മാനുവൽ ആയിട്ട് എടുത്തു മാറ്റുന്നതിനെയാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഫീറ്റ്, കാൽ എങ്ങനെയായിരിക്കണം? Place your feet about 18 inches apart with one foot slightly forward in the direction of movement. This gives a good balance and provide a secure basis for lifting. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മളുടെ കാല് ഒരു 18 ഇഞ്ച് അതായത് 45 സെന്റിമീറ്റർ ദൂരത്തിൽ വെക്കുക. എന്നിട്ട് ഒരു കാല് നമുക്ക് ഏത് വശത്തേക്കാണോ നീങ്ങേണ്ടത് ആ വശത്തേക്ക് തിരിച്ചു വെക്കണം. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കും നമ്മളുടെ ആ വെയിറ്റ് നമുക്ക് ബാലൻസ് ചെയ്യിപ്പിക്കാൻ. അതേപോലെ ഏത് സൈഡിലേക്കാണോ നമുക്ക് നീങ്ങേണ്ടത് ആ സൈഡിലേക്ക് നമുക്ക് നീങ്ങുന്നതിനും കുറച്ച് എളുപ്പമാക്കി തരും. ഇനി നീസ്, നമ്മളുടെ മുട്ടുകാല് എങ്ങനെയാണ് വെക്കേണ്ടത്? സ്ലൈറ്റ്ലി ബെൻഡ് യുവർ നീസ്, ചെറുതായിട്ടൊന്ന് മടക്കി വെക്കണം, നേരെ കുത്തനെ നിർത്തിയിട്ട് എടുക്കരുത്. അതാണ് നമുക്ക് പെട്ടെന്ന് സ്പൈൻ ഇഞ്ചുറി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്ന് മടക്കുക, മുട്ടും മടക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എന്തെങ്കിലും ഹെവി ലോഡുള്ള ഒബ്ജക്ട്സ് ലിഫ്റ്റ് ചെയ്യാൻ. ഇനി ബാക്ക്, നമ്മളുടെ നട്ടലിന്റെ ഭാഗം എന്ത് ചെയ്യണം? കീപ് യുവർ ബാക്ക് സ്ട്രേറ്റ് ഓൾദോ ദ ബോഡി മേ ബി ഇൻക്ലൈൻഡ് ഫോർവേഡ്. നമ്മളുടെ ശരീരം ചിലപ്പോൾ ഈ വെയിറ്റ് എടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, മുന്നോട്ട് ആഞ്ഞിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും നമ്മളുടെ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദെൻ ആംസ്, നമ്മളുടെ കൈകൾ എങ്ങനെയാണ്? കീപ് യുവർ ആംസ് ആസ് നമ്മളുടെ കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത്? കീപ് യുവർ ആംസ് ആസ് ക്ലോസ് ഇൻ ടു ദി ബോഡി ആസ് പോസിബിൾ. നമ്മളുടെ ശരീരത്തിലേക്ക് എന്തോരം ചേർത്ത് വെക്കാവോ അത്രയും പറ്റുന്ന രീതിയിൽ
അത് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എത്രത്തോളം നമ്മൾ കൈകൾ സ്ട്രെച്ച് ചെയ്യുന്നോ അത്രത്തോളം നമ്മളുടെ സ്ട്രെയിൻ കൂടും, അല്ലെങ്കിൽ നമ്മളുടെ ശരീരം ഇടേണ്ട എഫോർട്ട് കൂടും, പ്രഷർ കൂടും. അപ്പൊ അത്രയും നമുക്ക് ബലം കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, എത്രത്തോളം നമ്മളുടെ ശരീരത്തോട് നമ്മളുടെ കൈകൾ ചേർത്ത് വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ബലം കൊടുക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എൽബോ ടു ഷുഡ് ബി കെപ്റ്റ് ഇൻ. എൽബോ അടക്കം നമ്മൾ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഗ്രിപ്പ്. ensure that the grip on the load for lifting is firm and secure. നമ്മൾ പിടിക്കുന്ന നമ്മളുടെ കൈകൾക്കുള്ള ഗ്രിപ്പ് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഫിം ആണ്, എന്താ പറയുന്നത്, കോൺഫിഡന്റ് സെക്യൂർ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ തല, ഹെഡ്. കീപ് യുവർ ഹെഡ് ഇറക്റ്റ് വിത്ത് ദി ചിൻ ഇൻ. നമ്മളുടെ താടി ഉള്ളിലേക്ക് ആക്കിയിട്ട് തല നിവർത്തി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തല അങ്ങനെ പോകാറുണ്ട്. നമ്മൾ താടി ഇങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് തല ഇങ്ങനെ പൊക്കി വയ്ക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ബോഡി പോസ്ചർ എന്ന് പറയുന്നത്. ഇത് ഇപ്പോഴും ഞാൻ പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ഇനി മാനുവൽ ലിഫ്റ്റിംഗ് ടെക്നിക് യൂസിങ് കൈനറ്റിക് മെത്തേഡ്. ഇനി നമ്മൾ എങ്ങനെയാണ് മാനുവൽ ലിഫ്റ്റിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അതായത് നമ്മൾ കൈകൊണ്ട് പൊക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ്. അപ്രോച്ച് ദി ലോഡ്, സ്റ്റാൻഡ് ഇറക്റ്റ് ആൻഡ് ഫേസിംഗ് ദി direction of travel. Keep your feet 18 to 20 inches wide apart. Place one feet slightly forward. Already നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മളുടെ കാല് വെക്കേണ്ടതെന്ന്. ഒരു 18 to 20 ഇഞ്ചസിൽ നീക്കി വെക്കുക. ഒരു കാല് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ് ചെയ്യേണ്ടത് ആ സൈഡിലേക്ക് ഒന്ന് തിരിച്ചു വെക്കുക. നമ്മളുടെ ഹെഡ് ഇറക്റ്റ് ആയിട്ട് പൊക്കി വെക്കുക. ദെൻ ചിന്ന് ഉള്ളിലേക്ക് ആവുന്നത് പോലെ. സിറ്റ് ഇൻ എ squatting position with your legs slightly apart and the load to be lifted held close to the body. Hold the load at its handles or its natural safe grip points. ഒന്നില്ലെങ്കിൽ അതിന്റെ നാച്ചുറൽ ആയിട്ട് ചിലപ്പോൾ മേശയുടെ അടിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പിടിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വേറെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലതിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും, ചിലതിൽ ഹാൻഡിൽ ഉണ്ടാവും. അപ്പൊ അത് ഏത് ഭാഗമാണെന്ന് നോക്കിയിട്ട് അതിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹാൻഡിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Before lifting, keep your back as straight as possible. Straighten your legs. Look directly ahead. അതേപോലെ പൊക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യുക, നമുക്ക് എത്രത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുമോ. ലിഫ്റ്റിംഗ്, കീപ് യുവർ ബാക്ക് ആസ് സ്ട്രെയിറ്റ് as possible. എത്രത്തോളം നമുക്ക് നേരെ നമ്മളുടെ നട്ടെല്ല് നിവർത്തി പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുമോ അത്രത്തോളം സ്ട്രെയിറ്റ് ആക്കുക. ദെൻ സ്ട്രെയിറ്റൻ യുവർ ലെഗ്സ്. നമ്മൾ മുട്ട് വളച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെയിറ്റ് എടുക്കുന്നത്. പക്ഷെ വെയിറ്റ് എടുത്തതിന് ശേഷം straighten your legs, look directly ahead. നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് മാത്രം ശ്രദ്ധ പതിപ്പിക്കുക. Then slightly lean back and raise the upper part of the body to the vertical position while lifting the load. Already നമ്മൾ പറഞ്ഞു ചെറുതായിട്ടൊന്ന് നമ്മളുടെ ബോഡി നമ്മൾ വളച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വെയിറ്റ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒന്ന് ബാക്കോട്ട് ആഞ്ഞിട്ട് ലീൻ ബാക്ക്, പുറകോട്ടൊന്ന് ആഞ്ഞതിന് ശേഷം വെർട്ടിക്കൽ പൊസിഷനിൽ നമ്മുടെ ബോഡി കറക്റ്റ് സ്ട്രെയിറ്റ് പൊസിഷനിലാക്കുക. ദെൻ ലിഫ്റ്റ് ക്യാരി ചെയ്യുക എന്നാണ് പറയുന്നത്. കീപ്പിംഗ് ദി ലോഡ് ടച്ചിങ് യുവർ ബോഡി, ക്യാരി ടു ദി പ്ലേസ് വേർ ഇറ്റ് ഈസ് ടു ബി പ്ലേസ്ഡ്. ഇഫ് യു ഹാവ് ടു മേക്ക് എ ടേൺ വൈൽ ക്യാരിയിങ്, ടേൺ ദി ഹോൾ ബോഡി ഇൻ വൺ മൂവ്മെന്റ്. അപ്പോൾ ഇനി അതിനുശേഷം നമ്മൾ ഈ വെയിറ്റ് എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമുക്ക് എവിടേക്കാണോ കൊണ്ടുപോകേണ്ടത് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ തിരിയണം എന്നുണ്ടെങ്കിൽ ഒറ്റ ടൈമിൽ തന്നെ ഫുൾ ബോഡി മൂവ്മെന്റ്, വൺ മൂവ്മെന്റിൽ തന്നെ എന്ത് ചെയ്യുക, ഹോൾ ബോഡി ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് ഘട്ടം ഘട്ടമായിട്ട് ആദ്യം കാല് തിരിഞ്ഞ്, പിന്നെ കൈ തിരിഞ്ഞ്, പിന്നെ തല തിരിഞ്ഞ്, അങ്ങനെ അല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ മുഴുവൻ ബോഡിയും തിരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ വെയിറ്റിന്റെ എങ്ങോട്ടാണോ നമ്മൾക്ക് ഇത് മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോകാൻ. Then bend at the knees to a semi squatting position. Keep the back and head erect and look straight. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന്. Lower the load slightly and rest your elbows on the thighs to rest. Place the load smoothly without jerks on surface. ഇനി എന്ത് ചെയ്യുക, lower the load slightly. നമുക്ക് ഇപ്പോൾ വെക്കാനാണെങ്കിൽ നമ്മൾ പതുക്കെ താഴ്ത്തി കൊണ്ടുവരിക. And rest your elbows. നമ്മളുടെ എൽബോസിൽ റെസ്റ്റ് ചെയ്യിപ്പിക്കുക. അതായത് നമ്മൾ മുട്ടുകുത്തിയോ അല്ലെങ്കിൽ പതുക്കെ താഴ്ന്ന് വന്നിട്ട് നമുക്കൊന്ന് മടങ്ങി നമ്മളുടെ എൽബോ ഒക്കെ താഴ്ന്നതിന് ശേഷം on the thighs to the rest. Thighs on the തൈസിലേക്ക്, നമ്മളുടെ തുടയുടെ ഭാഗം റെസ്റ്റിലേക്ക് വന്നതിന് ശേഷം പതുക്കെ ഈ ലോഡ് താഴേക്ക് വെക്കുക. ആ സമയത്ത് തട്ടലും മുട്ടലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ഷിഫ്റ്റിംഗ് ഓഫ് വർക്കിംഗ് ടേബിൾസ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താ, ഈ വർക്കിംഗ് ടേബിൾസിന്റെ ഷിഫ്റ്റിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. ബിഫോർ ഷിഫ്റ്റിംഗ് ഫൈനലൈസ് ദി പ്ലേസ് വേർ ദി ടേബിൾ ഹാസ് ടു ബി ഷിഫ്റ്റഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത് സാധനം മൂവ് ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യാം, നമുക്ക് ഇത് എങ്ങോട്ടാണ് മാറ്റേണ്ടതെന്ന് ഉറപ്പുവരുത്തുക. Then confirm that the new place is free from obstacles. ഓൾറെഡി നമ്മൾ പറഞ്ഞു അതിന്റെ ഇടയിൽ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല, അത് ഫ്രീ ആണ്, സ്റ്റേബിൾ ആണെന്നൊക്കെ ഉറപ്പുവരുത്തുക. Then clear the travel way. നമുക്ക് പാസ് ചെയ്ത് പോവേണ്ട, ഇത് ഒരു റൂമിൽ നിന്ന് എടുത്ത് മറ്റു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ ആ റൂം ടു റൂം മറ്റു ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ല, പാസേജ് അല്ലെങ്കിൽ ട്രാവൽ വേ ക്ലിയർ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഡിസ്കണക്ട് ഓൾ ഇലക്ട്രിക്കൽ കണക്ഷൻസ്. ആ മേശയിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഇലക്ട്രിക്കൽ കണക്ഷൻസും നമ്മൾ ഓഫ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. റിമൂവ് ടൂൾസ്, എക്യുപ്മെന്റ്സ്, അതേപോലെ എന്തെങ്കിലുമൊക്കെ ആ ടേബിളിൽ ഉണ്ടെങ്കിൽ ടൂൾസ് ആണെങ്കിലും എക്യുപ്മെന്റ്സ് ആണെങ്കിലും ബുക്കാണ് എന്ത് സാധനങ്ങളാണോ അതെല്ലാം റിമൂവ് ചെയ്യാം. ഡിപ്പെൻഡിങ് ഓൺ ദി സൈസ് ആൻഡ് വെയിറ്റ് ഓഫ് ദി ടേബിൾ ടേക്ക് ദി അസിസ്റ്റൻസ് ഓഫ് 1 or more persons. അതിന്റെ വെയിറ്റും അല്ലെങ്കിൽ സൈസും അനുസരിച്ചിട്ട് വേണം നമുക്ക് എത്ര പേരാണോ കൂടുതൽ സഹായത്തിന് വേണ്ടത് അത്രയും പേരെ വിളിക്കാം. മേക്ക് ഷുവർ ദാറ്റ് ദി ഹൈറ്റ് ഓഫ് ദി പേഴ്സൺ അസിസ്റ്റിംഗ് യു ഈസ് മോർ ഓർ ലെസ് the same as a height to ensure balance lifting and shifting. അതേപോലെ നമ്മൾ ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടത്, നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നവര് അസിസ്റ്റിംഗ് യു ഈസ് മോർ ഓർ ലെസ് ദി സെയിം ആസ് യുവർ ഹൈറ്റ്. നമ്മളുടെ ഹൈറ്റിനേക്കാളും ഒന്നില്ലെങ്കിൽ കുറച്ച് കൂടിയത് അല്ലെങ്കിൽ കുറച്ച് പൊക്കം കുറഞ്ഞവരാണ് നമ്മൾക്ക് ഇത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അപ്പോഴാണ് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഭയങ്കര പൊക്കമുള്ള ഒരാളും തീരെ പൊക്കം കുറഞ്ഞ ഒരാളും കൂടി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇത് വിചാരിച്ച രീതിയിൽ ബാലൻസ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മേക്ക് യുവർ അസിസ്റ്റൻസ് ഹോൾഡ് ദി ടേബിൾ അറ്റ് സ്യൂട്ടബിൾ ഗ്രിപ്പ് പോയിന്റ്സ് ആൻഡ് ഇന്റർവെൽ സ്യൂട്ടബിൾ ടു ബാലൻസ് ദി ലോഡ് വെൻ ലിഫ്റ്റഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അതിന്റെ കറക്റ്റ് ഗ്രിപ്പ് ഉള്ള പൊസിഷൻ നോക്കി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലിഫ്റ്റ് ദി ടേബിൾ സൈമൾട്ടേനിയസ്ലി അറ്റ് ഓൾ പൊസിഷൻസ് ടു ഹൈറ്റ് 3 to 4 inches above ദി ഗ്രൗണ്ട് ലെവൽ. അതേപോലെ ഇത് പൊക്കുന്നവർ ഒരുമിച്ച് ഒരേ സമയം പൊക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ടേബിൾ ഗ്രൗണ്ടിൽ നിന്ന് പൊക്കുക, 3 to 4 inches വരെ ഒരേ സമയം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഉയർത്തിപ്പിടിക്കുക. ട്രാവൽ സൈമൾട്ടേനിയസ്ലി towards the destination point carrying the table. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. നമ്മളുടെ വീട്ടിൽ നമ്മൾ ഒരു സാധനം, ഇച്ചിരി വെയിറ്റ് ഉള്ള സാധനം നമ്മളുടെ വീട്ടിലെ ചിലപ്പോൾ അച്ഛനും അമ്മയും നമ്മളും ഹസ്ബൻഡോ അല്ലെങ്കിൽ ആരാണോ നമ്മളുടെ കൂടെ ഉള്ളത് അവരുടെയൊക്കെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ ഇത് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മൂവ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഒരേ സമയം തന്നെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വൈൽ ക്യാരിങ് ദ ലോഡ് കീപ് യുവർ ബാക്ക് ആസ് സ്ട്രൈറ്റ് ആസ് പോസിബിൾ ആൻഡ് ലുക്ക് സ്ട്രൈറ്റ്. നേരെ നട്ടല് നിവർത്തി പിടിച്ച് മാക്സിമം നേരെ തന്നെ നോക്കിയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് തിരിച്ചത് ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഒരേ സമയത്ത് ഒരുമിച്ച് നമ്മൾ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് താഴെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു സൈഡ് വിട്ട് കളഞ്ഞാൽ എന്ത് ചെയ്യും, മുഴുവൻ വെയിറ്റ് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും. അപ്പോൾ അവിടെ ആക്സിഡൻസ് അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ അതിനുശേഷം നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, ഇലക്ട്രിക്കൽ കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ഞാൻ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എളുപ്പമാണ്. നമ്മൾ ഒരു കാര്യം എടുക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു വസ്തു പൊക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അതേപോലെ ഒരു വസ്തു ഒരിക്കലും സൈസ് കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് കൊണ്ട് മാത്രമല്ല അപകടം ഉണ്ടാകുന്നത്, വേറെ ഏതൊക്കെ രീതിയിൽ അപകടം ഉണ്ടാകുന്നു എന്നുള്ള പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു സാധനം എടുക്കുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു. നമ്മളുടെ ബോഡി പോസ്ചർ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയോ? ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾക്കും ഒരു തവണ വായിച്ചു നോക്കിയാൽ മനസ്സിലാവാനുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി ഇതിൽ ക്ലിയർ ഇല്ലാത്തവര് അല്ലെങ്കിൽ മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആകാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നോ മാം എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇനി അഥവാ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഗ്രൂപ്പിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് ഓഫീസേഴ്സ് കോൺടാക്ട് ചെയ്യാം, അവരെന്നെ അറിയിക്കും. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഒന്നുകൂടെ എടുത്തു തരാം, അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് എന്റെ കോൺടാക്ട് നമ്പർ തരും. അപ്പൊ നിങ്ങൾക്ക് എന്നെ വിളിച്ചാലും ഞാൻ ഇത് പറഞ്ഞു തരാം. ഇനി നമുക്ക് ജസ്റ്റ് 2 പേജ് കൂടെ ഉള്ളൂ ഈ പാഠം. അത്രയും സിമ്പിൾ ആണ്. അപ്പൊ എല്ലാവരും ഇപ്പൊ ഈ കഴിഞ്ഞ പോർഷൻസ് ഒന്ന് വായിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, സോ ആർക്കും ഒന്നും ചോദിക്കാനില്ല?
So if you have എന്തോ ഇല്ല എന്നാണോ പറഞ്ഞത്? അപ്പൊ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. So see you tomorrow. Good night. Bye.